സ്നേഹമുള്ളവരെ, റോമ നഗരം നമുക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒന്നാണ്. കാരണം അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണുവാനുണ്ട്, പഠിക്കുവാനുണ്ട്. ചരിത്രത്തിൻ്റെയും കലയുടെയും ഒക്കെ ഒരു വലിയ കലവറയാണ് റോമ നഗരം. ക്രിസ്ത്യാനികളായ നമുക്ക് റോം എന്നത് വിശ്വാസത്തിൻ്റെ കൂടെ സ്ഥിരാകേന്ദ്രമാണ്. ഒത്തിരി പ്രശസ്തങ്ങളായിട്ടുള്ള ദേവാലയങ്ങൾ അവിടെയുണ്ട്. അതെ, റോമിനെ പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് പത്രോസിന്റെ ദേവാലയമാണ്. പക്ഷേ പത്രോസിന്റെ ദേവാലയം മാർപ്പാപ്പയുടെ പ്രധാന ദേവാലയമല്ല. വളരെ പഴക്കമുള്ള മറ്റൊരു ദേവാലയത്തിനാണ് ആ പദവി ഉള്ളത്. ആ ദേവാലയത്തിൻ്റെ ലാറ്ററാൻ ബസിലിക്കയുടെ തിരുനാളാണ്, ആ ദേവാലയം ആശീർവദിച്ചതിൻ്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച റോമിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും ആദ്യത്തെ ദേവാലയം അതാണ് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ. മാർപ്പാപ്പ നമ്മുടെ സഭാ തലവനായതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ റോമിൽ മാത്രമല്ല, റോമിനോട് ചേർന്ന് നിൽക്കുന്ന ലോകം മുഴുവനുമുള്ള സഭ ഈ തിരുനാൾ ആഘോഷിക്കുക. ഈ ദിവസം നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ലോകം മുഴുവനും ഉൾക്കൊള്ളുന്ന ഈ സഭയിലെ, ഈ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ്. ക്രിസ്തുവാണ് അടിസ്ഥാന ശില. അവനിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആദിമ ക്രൈസ്തവർ ദേവാലയങ്ങൾ നിർമ്മിച്ചത് വലിയ ഭംഗിക്ക് വേണ്ടിയോ കലാസൃഷ്ടിയായിട്ടോ ഒന്നുമല്ല, മറിച്ച് അവരുടെ കൂട്ടായ്മയെ ആഘോഷിക്കുവാനായിട്ട് അതിന് തക്ക ഇടങ്ങളായിരുന്നു അവർ നിർമ്മിച്ചത്. നമുക്കറിയാം, ആദ്യമൊക്കെ സാധാരണ ഭവനങ്ങളിൽ ആയിരുന്നു അവർ ശുശ്രൂഷ നടത്തിയത്. പിന്നീടാണ് ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ കൂട്ടായ്മയുടെ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയുടെ അടയാളമെന്നോണം. അതുകൊണ്ട് തന്നെ ഓരോ ദേവാലയവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നുണ്ട്. നമ്മൾ വലിയ ഒരു കുടുംബത്തിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ ദേവാലയങ്ങൾ ഈ ലാറ്ററാൻ ബസിലിക്ക പോലെയോ റോമിലെ മറ്റ് ദേവാലയങ്ങൾ പോലെയോ അത്ര പ്രശസ്തങ്ങളോ വലുതോ അതിസുന്ദരങ്ങളോ ഒന്നുമല്ല. പക്ഷേ എല്ലാ ദേവാലയങ്ങളിലും ദൈവം നമ്മോടൊപ്പമുണ്ട്, നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇവ നമ്മെ ദൈവവുമായിട്ട്, മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതൊരു ജ്ഞാനസ്നാനമായാലും ശരി, ഒരു വിവാഹ ആശീർവാദമായാലും ശരി, മറ്റ് എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളായാലും ശരി, അവയൊക്കെ ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് യേശു സുവിശേഷത്തിൽ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന രംഗമാണ് നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ യേശു ചെയ്യുന്നത്? വളരെ അത്യാവശ്യമെന്ന് തോന്നിയിരുന്ന, അതുപോലെ തന്നെ ഒട്ടും തെറ്റില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ കാലക്രമേണ വഴിതെറ്റിയപ്പോൾ, തെറ്റിലേക്ക് മാറിയപ്പോൾ അതിനെ തിരുത്തുവാനായിട്ട് യേശു തയ്യാറാവുകയാണ്. അതുവഴി യേശു പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമാണ്. ദേവാലയങ്ങൾ ദൈവത്തെ അനുഭവിക്കുവാനായിട്ടുള്ള ഇടങ്ങളാണ്. മറ്റ് വ്യാപാരങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ അത് യേശുവിന് സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഏതൊരു കാര്യവും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, ദേവാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ പദ്ധതികൾ, നമ്മുടെ മോടി പിടിപ്പിക്കലുകൾ, മറ്റ് ആഘോഷങ്ങൾ, അവയൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് യേശു നമ്മോട് പറയുന്നു. കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ദൈവത്തെയാണ് ദേവാലയത്തിൽ നൽകേണ്ടത്. നമ്മുടെ ഓരോ ദേവാലയങ്ങളിലേക്കും കടന്നു വരുന്ന മനുഷ്യന് ദൈവം പ്രദാനം ചെയ്യുന്ന ജീവൻ, അല്ലെങ്കിൽ ഈ കൂട്ടായ്മ നൽകുന്ന നന്മ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ
ആരാധനകൾ, അതൊക്കെ മനുഷ്യനെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്നുണ്ട്, അനുഭവങ്ങളായിട്ട് മാറുന്നുണ്ട്. കല്ലുകൊണ്ട് പണിത നമ്മുടെ ദേവാലയങ്ങൾ മനുഷ്യനെ കൂട്ടായ്മയിൽ, ഹൃദയത്തിൽ ഒന്നിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം നൽകുന്ന സാന്നിധ്യം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ, നമ്മുടെയൊക്കെ കൂദാശകളിൽ ഒക്കെ മനുഷ്യർ അനുഭവിക്കും. അത് നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ നിറവുള്ള, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ ദേവാലയങ്ങളൊക്കെ മാറട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.